ദേവേട്ടാ, ഇല്ല, എന്നെ വിട്ടു പോവില്ല, ഞാനത് സമ്മതിക്കില്ല. തൻ്റെ പേരും വിളിച്ച് ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന് എന്തൊക്കെയോ പുലമ്പുന്ന ആനിൻ്റെ വിളറി വെളുത്ത മുഖം കണ്ടു ദേവ് ചോദിച്ചു. ഇന്നും ആ സ്വപ്നം കണ്ടുല്ലേ? ഇതിപ്പോൾ മാസങ്ങളായില്ലേ എന്നും ഒരേ സ്വപ്നം കണ്ടു ഇതുപോലെ ഞെട്ടിയുണരുന്നത്? എന്നും ഇതെന്നെ ആലോചിച്ച് കിടക്കുന്നതുകൊണ്ടല്ലേ ഇത് റിപ്പീറ്റ് ചെയ്ത് കാണുന്നത്? എന്നും ഒരേ സ്വപ്നം കണ്ടു നിനക്ക് ബോറടിച്ചെന്നേ? സ്വപ്ന ദേവതയോട് ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്ക്, എങ്കിൽ ആള് നാളെ മുതൽ മാറ്റി കാണിച്ചു തരും. അവളുടെ ഒരു പ്ലെയിൻ ക്രാഷും ഡെഡ് ബോഡിയും. ദേവ് അവളെ കളിയാക്കി. ആൻ ആ സ്വപ്നത്തിൽ തന്നെ കുടുങ്ങിക്കിടക്കുമായിരുന്നു. അവനെ ഇറുകെ പുണർന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞതും ദേവ് കാര്യം തിരക്കി. ദേവേട്ട, ഇന്ന് ഞാൻ ആ മരിച്ച വ്യക്തിയുടെ മുഖം വ്യക്തമായി കണ്ടു. അത് അത് നിങ്ങളായിരുന്നു. എനിക്ക് പേടിയാവുക ദേവേട്ട, എന്തോ അരുതാത്ത സംഭവിക്കും പോലെ. പെട്ടെന്നത് കേട്ടതും ദേവ് ഒന്ന് ഞെട്ടിയെങ്കിലും അടുത്ത നിമിഷം അവനിൽ നിന്ന് ഒരു പൊട്ടിച്ചിരിയാണ് ഉണ്ടായത്. നിനക്ക് വട്ടാണോ ആൻ? ഒരു സ്വപ്നത്തിൻ്റെ പിറകെ പോവാൻ? ഇതിപ്പോൾ കുറേ നാളായില്ലേ നീ സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട്? എന്നിട്ട് എനിക്കെന്തെങ്കിലും പറ്റിയോ? ഇല്ലല്ലോ ദേവേട്ടാ, ഇന്ന് അതും കൂടി എനിക്ക് വ്യക്തമായി. നമ്മുടെ 3ാം വിവാഹ വാർഷികത്തിന് തൊട്ട് മുൻപത്തെ ദിവസമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതും മുംബൈ ട്രിപ്പ് കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ. അതുകൊണ്ട് നെക്സ്റ്റ് വീക്കുള്ള ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്തേക്ക്. ക്യാൻസൽ ചെയ്യാനോ? നെവർ. എനിക്കന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുള്ളതാ. നീ ഈ സ്വപ്നം കാണാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ ഒരുപാട് തവണ മുൻപേൽ പോയി വന്നിട്ടുണ്ടല്ലോ. എന്നിട്ട് എനിക്ക് വല്ലതും പറ്റിയോ? ഇനി ഒന്നും പറ്റാനും പോണില്ല. 1 വർഷമായില്ലേ നിന്റെ ഹോസ്പിറ്റൽ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി ഞാൻ ഓടിച്ചാടി നടക്കാൻ തുടങ്ങിയിട്ട്. ഇനി ഒരു 6 മന്ത് അതിനുള്ളിൽ നമുക്ക് ഹോസ്പിറ്റൽ പ്രവർത്തിപ്പിക്കാൻ പറ്റും. ഒരു 2 ദിവസത്തെ കാര്യമേ അവിടെ ഉള്ളൂ, പിന്നെ അങ്ങോട്ട് പോവേണ്ടി വരില്ല. ദേവേട്ട, പറഞ്ഞില്ലേ മുൻപൊന്നും എനിക്ക് സ്വപ്നത്തിൽ നിന്ന് ഒന്നും വ്യക്തമായിരുന്നില്ല. പക്ഷെ ഇന്നെല്ലാം വ്യക്തമാണ്. അതിൽ ഞാൻ കണ്ടതാ നമ്മുടെ 3ാം വിവാഹ വാർഷികത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ മുംബൈ ട്രിപ്പ് പോകുന്നതിന് മുൻപ് എനിക്ക് വാക്ക് തന്നിരുന്നു തിരിച്ചു വന്ന് ഒരുമിച്ച് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാമെന്ന്. പക്ഷേ ആൻ മുഴുവനാക്കിയില്ല. എന്നാൽ നീ ഒരു കാര്യം ചെയ്യ്, ഭാവി പ്രവചിക്കുന്നു, സ്വപ്ന വ്യാഖ്യാനം നടത്തുന്നു എന്നൊരു ബോർഡ് പുറത്ത് തൂക്കിയിട്ടേ ശിഷ്ടകാലം ഒരു സ്വാമിനിയായി ജീവിക്കും. കഷ്ടം എന്നും പറഞ്ഞ് അവളെ ശ്രദ്ധിക്കാതെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ആനിൻ്റെ മനസ്സിൽ സംഘർഷങ്ങൾ ആളിക്കത്തുന്നുണ്ടായിരുന്നു. ഒരു പക്ഷെ ആ അമ്മയ്ക്ക് തന്നെ സഹായിക്കാൻ പറ്റുമെങ്കിലോ? അവർ കഴിഞ്ഞ തവണ പറഞ്ഞതാണല്ലോ, ഇത്തവണ കൂടി നിന്റെ സ്വപ്നത്തിൽ ഒരു പൂർണ്ണരൂപം വരും. ഒരു പക്ഷേ ജീവൻ വെടിയാൻ പോകുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെ ആയിരിക്കാമെന്ന്. അവരെ വീണ്ടും കാണേണ്ടിയിരിക്കുന്നു. അവർക്ക് ഉറപ്പായും തന്നെ സഹായിക്കാൻ പറ്റും. പിറ്റേന്ന് രാവിലെ തന്നെ അവൾ പതിവായി ഒരേ സ്ഥലത്ത് കാണാറുള്ള ആ വൃദ്ധയായ സ്ത്രീയെ കാണാൻ വേണ്ടി പോയി. പതിവ് പോലെ കാവ്യവസ്ത്രം ധരിച്ചു ആൽത്തറയിൽ അവരിയ്ക്കുന്നുണ്ടായിരുന്നു. അവളെ കണ്ടതും അവർ പുഞ്ചിരിച്ചു. തിരിച്ചു ആനും ചിരിക്കാൻ ഒരു ശ്രമം നടത്തി. പക്ഷെ അവളുടെ മനസ്സ് അന്നേരം അസ്വസ്ഥമായിരിക്കുന്നത് അവർ ശ്രദ്ധിച്ചു. വീണ്ടും ആ സ്വപ്നം കണ്ടുല്ലേ? ഇത്തവണ എല്ലാം വ്യക്തമായി. അതാണ് ഈ മുഖത്ത് ദുഃഖം അലയടിക്കുന്നത്. അവരുടെ ആ വാക്കുകൾ അവളെ അത്ഭുതപ്പെടുത്തി. നിങ്ങൾ ആരാ? ദയവ് ചെയ്ത് പറഞ്ഞാലും. ഞാൻ ആകെ ധർമ്മസങ്കടത്തിലാണ്. ആ സ്വപ്നം അതുപോലെ സംഭവിക്കുമോ? എൻ്റെ ദേവേട്ടൻ, എന്തെങ്കിലും പ്രതിവിധിയുണ്ടോ? ആൻ അവരുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് കരയാൻ തുടങ്ങി. കുഞ്ഞെ, വിധിയെ തടുക്കാൻ ആർക്കും ആവില്ല. ദൈവനിശ്ചയം എന്താണോ അത് നടക്കും. എങ്കിൽ എന്തിനാണ് എനിക്കിതൊക്കെ മുൻകൂട്ടി സ്വപ്നരൂപത്തിൽ ദൈവം കാണിച്ചു തരുന്നത്? ഒരു പക്ഷേ ഇതിന് എന്തെങ്കിലും പ്രതിവിധി കാണാതിരിക്കില്ല. എനിക്കുറപ്പാണ് നിങ്ങൾക്കെന്നെ സഹായിക്കാൻ പറ്റില്ലേ? അവരൊന്ന് അമർത്തി മൂളിയ ശേഷം തുടർന്നു. ദൈവമെല്ലാം മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ കുഞ്ഞിൻ്റെ നല്ല മനസ്സുകൊണ്ടാവാം ദൈവം ഇതൊക്കെ മുൻകൂട്ടി കുഞ്ഞിനെ അറിയിച്ചത്. ഇതൊരിക്കലും ഒരു അപകട മരണമായിരിക്കില്ല, ഒരു കൊലപാതകം. എന്തൊക്കെയോ നേടിയെടുക്കാനുള്ള പലരുടെയും അവസാന ശ്രമം. അവരെയും കുഞ്ഞിൻ്റെ ഭർത്താവിനെയും ബന്ധിപ്പിക്കുന്ന എന്തോ ഒന്നുണ്ട്. അത് നേടിയെടുക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതെന്താണെന്ന് കുട്ടി വൈകാതെ അറിയും. തറവാട്ടിൽ ഇപ്പോൾ പോവാറില്ല അല്ലേ? കാവിൽ തിരി തെളിയിക്കാറില്ല. ദൈവകോപം വരുത്തി വെക്കല്ലേ കുട്ടി. ആ മണ്ണിൽ മരിച്ചു കിടക്കുന്ന ആത്മാക്കൾ അത്ര തൃപ്തരല്ല. പരിഹാരം ചെയ്യണം. തറവാട്ടിൽ കുറച്ച് ദിവസം തങ്ങുക. കുട്ടി മനസ്സും ശരീരവും ശുദ്ധി വരുത്തി 3 ദിവസത്തെ കഠിന വ്രതം അനുഷ്ഠിക്കുക. 3 ദിവസം അതിരാവിലെ ദേഹം വൃത്തിയാക്കിയിട്ട് ശുദ്ധജലത്തിൽ മുങ്ങി കുളിച്ചിട്ട് വേണം വ്രതം ആരംഭിക്കാൻ. ഭർത്താവിൻ്റെ പേരിൽ അമ്പലത്തിൽ വേണ്ട പൂജകളൊക്കെ ചെയ്യുക. 3 ദിവസം അമ്പലത്തിൽ അന്നദാനം നടത്തുക. വീട്ടിൽ നിന്നും മാംസാഹാരങ്ങൾ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കണം. കുട്ടിയുടെ ഭക്ഷണം ഒരിക്കലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭർത്താവുമായി എല്ലാ അർത്ഥത്തിലും ഈ 3 ദിവസവും ഒരകലം പാലിക്കുക. ഭർത്താവിൻ്റെ ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇനിയും ശുഭകരമല്ലാത്ത വാർത്തകൾ കേൾക്കാം. ഒന്നിലും തളരാൻ പാടില്ല. ചുറ്റിലും ശത്രുക്കളാണ്. വൈകാതെ മുന്നിലൊരു വഴിതെളിയും. എല്ലാം നല്ലതിനാവട്ടെ. ദീർഘസുമംഗലി ഭവ.
അമ്മേ മഹാമായേ, അതും പറഞ്ഞ് അവരൊരു പുഞ്ചിരിയോടെ നടന്നകന്നു. അവർ പറഞ്ഞത് മുഴുവനായും വ്യക്തമായില്ലെങ്കിലും എന്തൊക്കെയോ അരുതാത്തത് സംഭവിക്കാൻ പോകുന്നു എന്ന് മനസ്സ് അലമുറയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. തിരികെ വണ്ടിയിലെത്തിയപ്പോഴാണ് ഫോൺ വണ്ടിയിൽ മറന്നു വെച്ചിരുന്ന കാര്യം ഓർമ്മ വന്നത്. ഫോണെടുത്ത് നോക്കിയപ്പോൾ ദേവിൻ്റെയും ദീപുവിൻ്റെയും ഒരുപാട് മിസ്ഡ് കോൾ വന്ന് കിടപ്പുണ്ടായിരുന്നു. അവൾക്ക് എന്തോ ഒരു ഭയം പോലെ തോന്നി. ദേവിനെ തിരിച്ച് വിളിച്ചെങ്കിലും എടുത്തില്ല. പിന്നെ ദീപുവിനെ വിളിച്ചു. അവൻ കോൾ എടുത്തു. ഹലോ ദീപു, നീ വിളിച്ചായിരുന്നോ? ആ, ഏട്ടത്തി വിളിച്ചിരുന്നു. അവൻ്റെ ശബ്ദത്തിൽ എന്തോ ഒരു വ്യത്യാസം പോലെയുണ്ടെന്ന് ആനിന് തോന്നി. ദീപു, എന്താ നിൻ്റെ ശബ്ദത്തിൽ എന്തോ പോലെ? ദേവേട്ടൻ എന്തേ? അത് ഏട്ടത്തി, ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിലാണ്. നിധിമോള് മുറ്റത്തുനിന്ന് വീണു, ചെറുതായി നെറ്റി പൊട്ടി. അവൻ പറഞ്ഞത് കേട്ടതും അവൾ ഒരു നിമിഷം തറഞ്ഞുപോയി. ഏട്ടത്തി പേടിക്കാനൊന്നുമില്ല, അവളിപ്പോൾ ദേ എൻ്റെ മടിയിൽ സുഖമായി ഉറങ്ങുക. പിന്നെ ഏട്ടത്തി ഇങ്ങോട്ട് വരണമെന്നില്ല, ഞങ്ങളിപ്പോൾ വീട്ടിലെത്തും. ആനൊന്നും മിണ്ടാഞ്ഞത് കണ്ടതും ദീപു അവളെ ആശ്വസിപ്പിച്ചു. അവളൊന്ന് അമർത്തി മൂളിയ ശേഷം ചോദിച്ചു, ദേവേട്ടൻ എന്തേ? അത് ചോദിക്കുമ്പോൾ അവളുടെ സ്വരം വിരക്കുന്നുണ്ടായിരുന്നു. ആളിത്തിരി ദേഷ്യത്തില്ല. ഒന്നും പറയാതെ ഏട്ടത്തി എങ്ങോട്ടായി പോയത്? ഏട്ടത്തി ഉണ്ടെന്ന് കരുതിയ ഞാനും ദേവേട്ടനും ഒരു അത്യാവശ്യ കാര്യത്തിന് പുറത്തേക്ക് പോയത്. തിരിച്ചു വരുമ്പോൾ മോള് മുറ്റത്ത് വീണ് കിടക്കുമായിരുന്നു. 1.5 വയസ്സാവുന്നതല്ലേ ഉള്ളൂ. അവൾ മുകളിലെ നിലയിലെ ബെഡ്റൂമിൽ നിന്ന് ഒറ്റയ്ക്ക് ഇറങ്ങി മുറ്റത്ത് വരാൻ ഒരു ചാൻസും ഇല്ല. ആരോ വീടിനകത്ത് കയറിയിരുന്നു, അതുറപ്പാണ്. ഏട്ടത്തി ഉണ്ടെന്ന് കരുതിയാണ് ബാക്കി എല്ലാവരും അന്നേരം വീട്ടിൽ നിന്ന് പുറത്തു പോയത്. ജനം ആണെങ്കിൽ പറമ്പിലായിരുന്നു. അല്ല ഏട്ടത്തി, നിങ്ങൾ ആരോടും പറയാതെ എങ്ങോട്ടായി മുങ്ങിയത്? ദീപു എന്ന് ചോദിച്ചതും ഞാൻ എന്ത് പറയണം എന്നറിയാതെ കുഴങ്ങി. രക്ഷപ്പെടാൻ എന്തെങ്കിലും നുണക്കഥ കണ്ടുപിടിച്ചോ? ഇല്ലേലേ, എന്തെങ്കിലും ഒന്ന് നടക്കും, ദീപു ഓർമ്മിപ്പിച്ചു. അവൾ എന്തെങ്കിലും പറയുന്നതിന് മുൻപേ അയ്യോ ദേവേട്ടൻ വരുന്നുണ്ട്, ഞാൻ വെക്കുക എന്നും പറഞ്ഞ് അവന് ഫോൺ ഡിസ്കണക്ട് ചെയ്തു. തിരിച്ചു വന്ന ദീപുവിനെ ഒന്ന് നോക്കി. അന്നേരം അവൻ ചിരിക്കണോ വേണ്ടോ എന്ന പോലെ അവൻ തിരിച്ചൊരു നോട്ടം നൽകി. എന്താടാ നിന്റെ മുഖത്തൊരു വശപ്പിശക്? ദീപുവിനെ നോക്കി ചോദിച്ചുകൊണ്ട് അവൻ്റെ മടിയിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ നെറ്റിയിൽ ഒന്ന് പതിയെ തലോടി. വേദന കൊണ്ടാവാം കുഞ്ഞിൻ്റെ മുഖം അന്നേരം ഒന്ന് ചുളുങ്ങി. കരഞ്ഞ് കവളിലൂടെ കണ്ണുനീർ ഒഴുകിയത് കവളിൽ ഉണങ്ങിപ്പിടിച്ചത് കണ്ടപ്പോൾ ദേവൻ്റെ മുഖം വലിഞ്ഞു മുറുകി. ഒപ്പം ആനിനോടുള്ള ദേഷ്യവും ആ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. വീട്ടിലെത്തിയ ആൻ അവരുടെ വരവും കാത്ത് മുറ്റത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. അവളുടെ ഉള്ളം തൻ്റെ കുഞ്ഞിനെ കാണാനായി തുടിക്കുന്നുണ്ടായിരുന്നു. മുറ്റത്ത് ദേവിൻ്റെ കാർ വന്ന് നിർത്തിയതും ആൻ അങ്ങോട്ട് ഓടിയെത്തി. നെറ്റിയിൽ ബാൻഡേജ് ഒട്ടിച്ച ദീപുവിൻ്റെ കയ്യിൽ വാടിത്തളർന്ന് മയങ്ങുന്ന കുഞ്ഞിനെ കണ്ടതും അവളുടെ കണ്ണ് നിറഞ്ഞു വന്നു. കുഞ്ഞിനെ ദീപുവിൻ്റെ കയ്യിൽ നിന്ന് അവൾ എടുക്കുന്നതിന് മുൻപേ ദേവ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവളെ പാടെ അവഗണിച്ചു. ഒന്നും മിണ്ടാതെ ധൃതിയിൽ അകത്തേക്ക് നടന്നു. അത് കണ്ട് അവളുടെ സങ്കടം ഇരട്ടിച്ചു. ഏട്ടത്തി അത് കാര്യമാക്കണ്ടെന്ന് മൂപ്പരുടെ സ്വഭാവം ഞാൻ പറയാതെ അറിയാലോ. കുറച്ച് കഴിയുമ്പോൾ ഓക്കെ ആയിക്കോളും. ഏട്ടത്തി ഇങ്ങോട്ട് ചെല്ല് എന്ന് ദീപ് പറഞ്ഞതും ആൻ ചെറുതായി മുറി ലക്ഷ്യം വെച്ച് നടന്നു. മുറിയിലെത്തി ആൻ കാണുന്നത് കുഞ്ഞിനെ മടിയിൽ കിടത്തി അവളെ ഉണർത്താതെ കുഞ്ഞിക്കൈയിൽ മൃദുവായി ചുണ്ട് ചേർക്കുന്ന ദേവിനെയാണ്. അന്നേരം അവൻ്റെ കണ്ണ് നിറയുന്നത് ആൻ ശ്രദ്ധിച്ചിരുന്നു. വാതിൽക്കൽ നിൽക്കുന്ന ആനിനെ കണ്ടതും അവനൊന്നും മിണ്ടാതെ കുഞ്ഞിനെ ബെഡിൽ കിടത്തി അവിടെ നിന്ന് തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങുകയാണ് കുഞ്ഞിപ്പെണ്ണ് ഉണർന്ന് കരയാൻ തുടങ്ങിയത്. അന്നേരം കുഞ്ഞിനെ ദേവ് എടുത്തുവെങ്കിലും അവളുടെ കരച്ചിലടക്കാൻ അവനായില്ല. വാതിൽക്കൽ ചൂണ്ടി മാ എന്നും പറഞ്ഞ് സങ്കടത്തോടെ ആനിന് നേരെ വിരൽ ചൂണ്ടുന്ന തൻ്റെ കുഞ്ഞിനെ കണ്ടതും ആനിന് പിടിച്ചു നിൽക്കാനായില്ല. ഓടിച്ചെന്ന ദേവിൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി നെഞ്ചോട് ചേർക്കുമ്പോൾ അവൾ മറ്റൊന്നും ശ്രദ്ധിച്ചില്ല. ആനിൻ്റെ കയ്യിലെത്തിയതും കുഞ്ഞ് കരച്ചിൽ നിർത്തി. അവൾ കുഞ്ഞിൻ്റെ ഇരു കവിളിൽ ചുംബിച്ചു. കുഞ്ഞിനെ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുവാണ്. അന്നേരം കുഞ്ഞ് അമൃതം നുണയാൻ വേണ്ടി ബഹളം കൂട്ടുമായിരുന്നു. ആനത് മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിച്ചു. കുഞ്ഞിൻ്റെ ഫീഡിങ് നിർത്താനുള്ള ശ്രമത്തിലായിരുന്നു ആൻ. ഇപ്പോഴവൾക്ക് ഏത് നേരവും അത് മാത്രം മതി എന്ന അവസ്ഥയാണ്. ഭക്ഷണം കഴിക്കാൻ താല്പര്യം ഒട്ടുമില്ല. ഫീഡിങ് നിർത്തിയാൽ വല്ലതും കഴിക്കൂ എന്നുള്ളത് കൊണ്ട് പകൽ ഫീഡ് ചെയ്യാറില്ല. കുഞ്ഞവളുടെ മാറിൽ പരതുന്നത് കണ്ടിട്ടും ആൻ മിണ്ടാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ ദേവന് ദേഷ്യം വന്നു. എല്ലാം കൂടി ചേർത്ത് കാര്യമായി അവളെ വഴക്ക് പറഞ്ഞ് തൽക്കാലത്തിന് ദേഷ്യം കുറച്ച ദേവ് മുറി വിട്ടിറങ്ങി. കുഞ്ഞിനെ ഇനി കരച്ചാൽ ഇനിയിപ്പോൾ അവൻ ചിലപ്പോൾ തന്നെ തല്ലിയെന്ന് വരാമെന്ന രാവനാൻ കുഞ്ഞിൻ്റെ ആവശ്യം നിറവേറ്റി. അമ്മയുടെ അമൃത് നുഴഞ്ഞുകൊണ്ട് മയങ്ങുന്ന കുഞ്ഞിനെ അവൾ പതിയെ തലോടിക്കൊണ്ടിരുന്നു. നെറ്റിയിലെ മുറിവ് കണ്ടതും ആനിൻ്റെ കണ്ണ് വീണ്ടും നിറഞ്ഞു വന്നു. കുഞ്ഞിനെ എത്ര വേദനിച്ച് കാണും എന്നോർത്ത് അവളുടെ ഹൃദയം വേദനിച്ചു. കുഞ്ഞ് ഉറങ്ങുന്നതിനോടൊപ്പം ആനിൻ്റെ മിഴികളും അറിയാതെ കൂമ്പിയടഞ്ഞും അവളും ചെറുതായി മയങ്ങിപ്പോയിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞതും ആനിനോട് ദേഷ്യപ്പെട്ടത് ഇത്തിരി കൂടിപ്പോയെന്ന് ദേവിന് ബോധ്യമായി. അന്നേരത്തെ ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞു പോയതായിരുന്നു. തൻ്റെ മാലാഖയാണ് തൻ്റെ കുഞ്ഞ്. അവളുടെ മുഖമൊന്ന് വാടിയാൽ തനിക്കത് സഹിക്കാൻ പറ്റില്ല. അവളുടെ കണ്ണ് നിറഞ്ഞാൽ താൻ തളർന്നു പോവും. അപ്പോഴാണ് നടുമുറ്റത്ത് വീണ് നെറ്റിപ്പൊട്ടി ചോരയിൽ കുളിച്ച് വാവിട്ട് കരയുന്ന തൻ്റെ പൊന്നോമനയെ കാണുന്നത്. അവൾ നടക്കാൻ പഠിച്ചു തുടങ്ങുന്നതേയുള്ളൂ.
കുഞ്ഞിനെ ശ്രദ്ധിക്കാതെ ആരോടും പറയാതെ പോയ ആനിനോട് ശരിക്കും ദേഷ്യം തോന്നിയിരുന്നു. കുഞ്ഞിനോടുള്ള ഉത്തരവാദിത്യം ഈയിടെയായി കുറഞ്ഞു വന്നിരിക്കുന്നു. 2 വയസ്സ് കഴിയാതെ ഫീഡിങ് നിർത്തുന്നതിനോട് തനിക്ക് യോജിപ്പില്ലായിരുന്നു. അത് പറയുമ്പോൾ അവൾ ഓരോ മുടന്ത ന്യായം കൊണ്ടുവരും. ഇപ്പോൾ എല്ലാത്തിനും കൂടി ഒരുമിച്ച് കൊടുത്തു. അങ്ങനെ ഓരോന്നും ആലോചിച്ച് മുറിയിലെത്തിയ ദേവ് കാണുന്നത് മാറും തുറന്നിട്ട് കുഞ്ഞിനോട് ചേർന്ന് കിടക്കുന്ന ആനിനെയാണ്. അവളുടെ കിടപ്പ് കണ്ടപ്പോൾ അവന് ചിരി വന്നു പോയി. കുട്ടിക്കളി ഇപ്പോഴും മാറിയിട്ടില്ല. പിന്നെ എങ്ങനെ കുഞ്ഞിനെ ശ്രദ്ധിക്കും? അവളുടെ മാറിൽ ചെറുതായി പല്ലുകൾ ആഴ്ചതും അവൾ എരിവലിച്ച് കണ്ണു തുറന്ന് അവനെ നോക്കി. അവളുടെ കാതിൽ പതിയെ മുത്തിക്കൊണ്ട് പറഞ്ഞു, സോറി. എന്താണ് മോളുടെ ഉദ്ദേശം? പ്രലോഭനമാണോ? പെട്ടെന്ന് ഡ്രസ്സ് ശരിയാക്കാൻ നോക്കിയെന്നും പറഞ്ഞു അവൻ ഫോണും എടുത്ത് മുറി വിട്ടിറങ്ങി. അവൻ്റെ ആ വാക്കിലും നോക്കിലും കുടുങ്ങിക്കിടക്കുമായിരുന്നു ആൻ. അവൻ പോയതും ഡ്രസ്സൊക്കെ ശരിയാക്കി വീണ്ടും കുഞ്ഞിനോട് ചേർന്ന് കിടന്നു. ആനിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ദേവ് അവൻ്റെ തറവാടായ ദേവർമഠത്തിൽ കുറച്ച് ദിവസം താമസിക്കാം എന്ന് സമ്മതിക്കുന്നത്. അവിടെ പോകുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് അവൾ ദേവിനോട് പറഞ്ഞിരുന്നില്ല. അവിടെ താമസിക്കാൻ പോകുന്നത് കൊണ്ട് വീടും പരിസരവും കാവും ഒക്കെയും പണിക്കാരേച്ച് വൃത്തിയാക്കിപ്പിച്ചിരുന്നു. സന്ധ്യാനേരത്തെ കാവിൽ വിളക്ക് കൊളുത്തുക, അതായിരുന്നു ആനിൻ്റെ ആദ്യത്തെ പരിപാടി. അതിനുവേണ്ടി കുളിച്ചു മുണ്ടും നേരത്തൊക്കെ എടുത്തു, മൂടി കുളിർപ്പിന്നൽ കെട്ടി, സീമന്തരേഖയിൽ സിന്ദൂരം ചാർത്തി, കണ്ണാടിയുടെ മുന്നിൽ നിന്നും സ്വന്തം പ്രതിബിംബത്തിലേക്ക് നോക്കി. അവളുടെ പ്രവൃത്തികളൊക്കെയും വീക്ഷിക്കുകയായിരുന്നു ദേവ്. പിറകിലൂടെ ചെന്ന് അവളെ തോളിൽ തലചായ്ച്ചുകൊണ്ട് ചോദിച്ചു, എന്താണ് ഭവതിയുടെ ഉദ്ദേശം? എന്തുദ്ദേശം? അല്ല, മുണ്ടും നേരത്തൊക്കെ കൊടുത്തേ സുന്ദരിയായി നിൽക്കുന്നത് കണ്ട് ചോദിച്ചതാ. അതും പറഞ്ഞ് അവളുടെ പിൻകഴുത്തിൽ ചുണ്ടു ചേർത്തു. ഞാൻ കാവിൽ വിളക്ക് കൊളുത്താൻ പോവുകയാണ്. ഒറ്റക്കോ? ഈ സമയത്ത് അവിടെ ആരും ഒറ്റയ്ക്ക് പോകാറില്ല എന്നും പറഞ്ഞ് അവളുടെ നേരത്തിൻ്റെ വിടവിലൂടെ കൈയിട്ട് ചെറുതായി ഒന്ന് പിച്ചി. ആ, എന്താ ഇത് മാറിക്ക്? എനിക്ക് നാളെ മുതൽ കഠിന വ്രതാണ്. അതുകൊണ്ട് നിങ്ങളുടെ വേലയ്ക്ക് കൈവച്ചാൽ മതി. പിന്നെ എന്നെ ഒറ്റക്കയക്കാൻ പേടിയാണെങ്കിൽ നിങ്ങൾ കൂടി വാ. മോളെ ഞാനൊന്ന് നോക്കിക്കോളും. ദേവിന് അഭിമുഖമായി നിന്നുകൊണ്ട് ആൻ പറഞ്ഞപ്പോൾ അവനൊന്ന് അമർത്തി മൂളി. ദേവ് ഓർക്കുകയായിരുന്നു, വർഷങ്ങൾക്ക് ശേഷമാണ് കാവിലെ ഭഗവതിക്ക് മുൻപിൽ തിരി തെളിഞ്ഞിരിക്കുന്നതെന്ന്. കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന പെണ്ണിൻ്റെ മുഖത്ത് വിരിയുന്ന ഓരോ ഭാവങ്ങളും ചിമ്മാതെ ഒപ്പിയെടുക്കുവാണ് ദേവ്. നേരിയതിൻ്റെ വിടവിലൂടെ കാണുന്ന അവളുടെ അണിവയറിന് ഭംഗി കൂട്ടാനെന്ന വണ്ണം താൻ സമ്മാനിച്ച അരഞ്ഞാണ് അവിടെ പറ്റിച്ചേർന്ന് കിടപ്പുണ്ട്. കണ്ണു തുറന്നു നോക്കിയ ആൻ അവൻ്റെ നോട്ടം പോകുന്ന വഴിയെ എത്തിയതും തൻ്റെ വയറ് മറച്ചു പിടിച്ചു അവനെ ദഹിപ്പിച്ചു നോക്കി. എന്താ ഇത്? വെറുതെ ദൈവകോപം വരുത്തിവെക്കല്ലേ? ഇവിടെ വന്നത് ഇതിനാണോ? കണ്ണടിച്ച് പ്രാർത്ഥിക്ക് എന്നവൾ പറഞ്ഞതും അവൻ ചെറുചെറിയാലെ കണ്ണടിച്ച് കൈകൾ കോപ്പി നിന്നു. അവിടുന്ന് ഒരു നുള്ള സിന്ദൂരം എടുത്ത് അവളുടെ നെറുകയിൽ ചാർത്തുമ്പോൾ എന്തിനെന്നറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. അവളുടെ കരച്ചിലിൻ്റെ അർത്ഥം മനസ്സിലായ ദേവ് അവളെ ചേർത്ത് പിടിച്ചു നടന്നു. കുറച്ചു ദൂരം പിന്നിട്ടതും അവരൊരിടത്തിരുന്നു. രാത്രിയുടെ നിശബ്ദതയും ചീവിടിൻ്റെ ശബ്ദവും പല ശബ്ദവും കൂടി ആയതോടെ അവളിൽ ചെറിയ പേടിയുണർത്തി. അവൻ്റെ കയ്യിൽ അവളുടെ പിടി മുറുക്കി. നിനക്ക് പേടിയുണ്ടോ? അവളില്ലെന്ന് തലയനക്കി. ഇല്ലേ, നമ്മളിപ്പോൾ ഒരുപാട് ദൂരം പിന്നിട്ടു. ഇവിടെ പ്രേതങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഒരു കേൾവി. അവൻ തന്നെ പറ്റിക്കാൻ പറയുന്നതാണെന്ന് മനസ്സിലാക്കിയാൻ അവൻ്റെ കയ്യിൽ ചെറുതായി നുള്ളി. ഞാൻ സത്യം പറഞ്ഞതാടി. അപ്പോൾ നീ ഇക്കാര്യം അറിഞ്ഞില്ലേ? സത്യമാണോ? അതും പറഞ്ഞ് ആൻ അവനോട് ഒന്നുകൂടി ചേർന്ന് നിന്നു. പിന്നല്ലാതെ. തൻ്റെ അച്ഛൻ്റെ തറവാടായിരുന്നു ദേവർമഠം. അച്ഛനും അമ്മയും അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം. അച്ഛൻ്റെയും അമ്മയുടെയും മരണത്തോടെ ഈ വീടുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചതായിരുന്നു. ഇവിടെയുള്ള ആൾക്കാർക്ക് സ്വത്തും പ്രതാപവും ഒക്കെയായിരുന്നു വലുത്. പണത്തിൻ്റെ പിറകെ പാഞ്ഞിരുന്ന അച്ഛൻ്റെ സഹോദരങ്ങളുടെ മക്കളുടെ കയ്യിലായിരുന്നു ഈ തറവാട്. ഒടുവിൽ അവരെല്ലാം നശിപ്പിച്ചു. തറവാട്ടിൽ ദൈവത്തിന് നിരക്കാത്ത സംഭവങ്ങളൊക്കെയും അരങ്ങേറിയെന്ന് പറയുന്നത് കേട്ടിരുന്നു. ദൂർത്തടിച്ച് നടന്ന ഒടുവിൽ കടക്കണിയിലായപ്പോൾ ഈ തറവാട് പോലും അവർ വിറ്റ് തുലച്ചു. വാങ്ങിച്ചവർ ഇവിടെ മൊത്തം നികത്തി ഫ്ലാറ്റ് പണിയാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. എൻ്റെ അച്ഛനും അമ്മയും ഉറങ്ങുന്ന മണ്ണ് എനിക്കങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റൂ? അവരാണെങ്കിൽ തരാനും ഒരുക്കല്ല. പറഞ്ഞ ക്യാഷ് തരാമെന്ന് പറഞ്ഞു നോക്കി. എവിടുന്ന്? അവർ കാടൊക്കെ വെട്ടി നിർത്തി പണി തുടങ്ങി. രാത്രിയും പകലൊക്കെയായി പണി പെട്ടെന്ന് തീർക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, ആർട്ടിഫിഷ്യൽ ഗോസ്റ്റിനെ അങ്ങ് ഇറക്കി. നമ്മുടെ ദീപവും ശിവനും ആ റോൾ ഏറ്റെടുത്തു. ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലുള്ള ഗോസ്റ്റായി അങ്ങ് മാറി. പ്രേതത്തെ കണ്ട് പണിക്കാരുടെ ബോധം പോയി. എവിടെ പ്രേതങ്ങളുണ്ടെന്ന വാർത്ത നാട് മുഴുവൻ പരന്നു. പിന്നെ എവിടെ ഫ്ലാറ്റ് പണിത ആരെങ്കിലും താമസിക്കാൻ വരുമോ? അതോടെ അയാൾ ഇങ്ങോട്ട് വന്നു. ഞാൻ പറഞ്ഞ തുകയ്ക്ക് ഈ തറവാട് എനിക്ക് തിരിച്ചു വന്ന് ജീവനും കൊണ്ടോടി. എങ്ങനെയുണ്ട് എൻ്റെ ബിസിനസ് ട്രിക്ക്? ചിലത് നേടാൻ ഇങ്ങനെ വളഞ്ഞു മൂക്ക് പിടിക്കേണ്ടി വരും. നിന്നെ നേടിയതും അങ്ങനെ തന്നെയാണല്ലോ. വായിൽ നിന്ന് അറിയാതെ പുറത്തു ചാടിയ അബദ്ധം മനസ്സിലായ ദേവ്
ഒന്നും അറിയാത്തതുപോലെ ഭാവിച്ചു നിന്നു. അവൻ അവസാനം പറഞ്ഞത് കേട്ടതും ആൻ വിശ്വാസം വരാതെ അവനെ നോക്കി. എന്താ പറഞ്ഞത്? എന്ത് പറഞ്ഞു എന്ന് കുസൃതി ചിരിയോടെ അവളുടെ താടി പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് ചോദിച്ചു. എന്നെ നേടിയതുപോലും അങ്ങനെയാണല്ലോ എന്ന് പറയുന്നത് കേട്ടു. തന്നിൽ ദൃഷ്ടിയോന്നിക്കൊണ്ട് ചോദിക്കുന്നവളുടെ നോട്ടം പാടെ അവഗണിച്ചുകൊണ്ട് ദേവി തുടർന്നു. ഞാനത് ചുമ്മാ പറഞ്ഞതാ. ആ പറച്ചിൽ തന്നെ എന്തോ ഒരു കള്ളത്തരമില്ലേ, ഞാനത് കണ്ടുപിടിച്ചോളാം. പറ്റുമെന്ന് തോന്നുന്നില്ല. വീണ്ടും അവൻ്റെ മുഖത്ത് കുസൃതി ചിരി സ്ഥാനം പിടിച്ചു. അതെന്താ? കാരണം അങ്ങനെയൊന്നും ഇല്ല, അത് തന്നെ. തൽക്കാലം ഞാൻ വിശ്വസിച്ചു, പോരെ? പക്ഷേ എന്താ ഒരു പക്ഷേ? ഈ കള്ളച്ചിരി അത് ചിലത് പറയാതെ പറയുന്നുണ്ട് എന്നും പറഞ്ഞു അവൻ്റെ രണ്ട് കവളിലും പിടിച്ചു വലിച്ചു. അച്ഛൻ്റെയും അമ്മയുടെയും അസ്ഥിത്തറയ്ക്ക് മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിച്ച ശേഷം ആനിനെ അവർക്ക് പരിചയപ്പെടുത്തുകയാണ് ദേവ്. തന്നെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന ദേവിനെ ഇമച്ചിമാതെ ആൻ നോക്കിയിരുന്നു. അവളെയും ചേർത്ത് പിടിച്ച് തിരികെ നടക്കുമ്പോൾ ഇരുവരുടെയും മനസ്സിൽ സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും കുളിർമഴ പെയ്യുന്നുണ്ടായിരുന്നു. ആ വൃദ്ധസ്ത്രീ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും അതുപോലെ ചെയ്ത് ആൻ 3 ദിവസത്തെ കഠിന വ്രതം അനുഷ്ഠിച്ചു. വ്രതം കഴിയുന്ന 3 നാളാണ് അവളുടെ ഫോണിലേക്ക് ഒരു അജ്ഞാത കോൾ വരുന്നത്. അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടതും ആനിൻ്റെ ശരീരം മുഴുവനും തളർന്നു പോകുന്നത് പോലെ തോന്നി. അവരാവശ്യപ്പെട്ട ആ താലിയോല ഗ്രന്ഥങ്ങൾ അതവർക്ക് കൊടുത്താൽ ഒരുപക്ഷെ എന്നേക്കുമായി സമാധാനം കിട്ടുമെങ്കിൽ കൊടുത്തേക്കാം. ഉറപ്പായും അതിവിടെ എവിടെയെങ്കിലും കാണാതിരിക്കില്ല. ഒരു പക്ഷേ ആ അടങ്ങിക്കിടക്കുന്ന മുറിയിലായിരിക്കും. പക്ഷെ അതെടുക്കുന്നത് ദേവേട്ടിന് ഒരിക്കലും അറിയാൻ പാടില്ല. ഇതിനു വേണ്ടി തന്നെയാണോ അവർ ദേവേട്ടിനെ കൊല്ലാൻ നടക്കുന്നത്? അതിന് മാത്രം എന്താണതിലുള്ളത്? ആനിൻ്റെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വന്നു. ഇതേ സമയം 2 ദിവസം കഴിഞ്ഞ് മുംബൈയിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് ദേവ്. രാത്രി ദേവ് ഉറങ്ങി എന്ന് ഉറപ്പുവരുത്തിയ ആൻ പതിയെ എഴുന്നേറ്റ് പൂട്ടിക്കിടക്കുന്ന മുറിക്കരികിലെത്തി. അതിൻ്റെ താക്കോൽ അവൾ എങ്ങനെയൊക്കെ സംഘടിപ്പിച്ചിരുന്നു. ശബ്ദമുണ്ടാക്കാതെ മുറി തുറന്ന ആൻ മുറിക്കുള്ളിലെ കാഴ്ച കണ്ട് ഒരു നിമിഷം നടുങ്ങി. ജ്വലിച്ചു നിൽക്കുന്ന ദേവീ വിഗ്രഹവും വിലപിടിപ്പുള്ള പരമ്പരാഗതമായ ഒരുപാട് സാധനങ്ങളൊക്കെയും അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. വിഗ്രഹത്തിന് തൊട്ടരികിൽ കിടക്കുന്ന ഒരു തിളങ്ങുന്ന പെട്ടിയിലേക്ക് ആനിൻ്റെ നോട്ടം ചെന്നെത്തി. കൂടുതൽ ആലോചിച്ചു നിൽക്കാതെ അവൾ ആ പെട്ടി തുറന്നതും അതിൽ കണ്ട കാഴ്ച അവളെ അത്ഭുതപ്പെടുത്തി. താളിയോല ഗ്രന്ഥങ്ങൾക്ക് തൊട്ടരികിൽ ഒരു നാഗം ചുരുണ്ട് കിടക്കുന്നു. പക്ഷെ തനിക്ക് ആ താളിയോലകൾ കിട്ടിയേ മതിയാവും. മറ്റൊന്നും ചിന്തിക്കാതെ അതെടുക്കാൻ ഒരുങ്ങിയ ആനിന് നേരെ ആ നാഗം ചീറ്റിക്കൊണ്ട് പത്തി വിടർത്തിയതും അവൾ പേടിച്ചു പിന്നോട്ട് ചുവടുകൾ വെച്ചു. ആരുടെയോ നെഞ്ചിൽ തട്ടിയാണ് താനിപ്പോൾ ഉള്ളതെന്ന് വ്യക്തമായ ആൻ പേടിയോടെ മുഖം തിരിച്ചപ്പോഴാണ് അത് ദേവാണെന്ന് അവൾക്ക് മനസ്സിലായത്. നിനക്കൊരിക്കലും അതെടുക്കാനാവില്ല ആൻ. അതിൽ സ്പർശിക്കാനുള്ള അവകാശം ഇപ്പോൾ എനിക്ക് മാത്രമാണ്. വൈകാതെ അത് എൻ്റെ നിധിമോളിലേക്ക് വന്നു ചേരും. അതങ്ങനെയാണ് ആൻ, തലമുറകളായി കൈമാറി വരുന്ന ഒരു അനുഗ്രഹം. പക്ഷെ നല്ല ഉദ്ദേശത്തോടെ മാത്രമേ എനിക്കും അത് എടുക്കാൻ പറ്റുള്ളൂ. അതിലെന്താണ് ഉള്ളതെന്ന് നിനക്കറിയോ? നമ്മുടെ ശാസ്ത്രത്തിന് പോലും കണ്ടെത്താൻ പറ്റാത്ത രോഗങ്ങൾക്കുള്ള മരുന്നുകളുടെ രഹസ്യക്കൂട്ടുകൾ. തറവാട്ടിൽ മുൻ തലമുറയിൽപ്പെട്ട ഒരു സിദ്ധവൈദ്യനുണ്ടായിരുന്നു അത്രേ. ആളൊരു കില്ലാടി തന്നെയായിരുന്നു. ആളുടെ ചികിത്സാ രഹസ്യക്കൂട്ടാണ് അതിലിരിക്കുന്നത്. ഇതിൻ്റെ രഹസ്യം അറിയാവുന്ന ആരോ ഒരാൾ മുഖേന ഏതോ ഒരു മരുന്ന് കമ്പനിയാണ് ഇത് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇതൊരു കച്ചവടമാക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നില്ല. ദേവ് പറഞ്ഞു നിർത്തി. ആൻ, നിനക്ക് ആ സിദ്ധവൈദ്യൻ്റെ ഫോട്ടോ കാണണോ എന്ന് പറഞ്ഞ് ദേവ് ചൂണ്ടിയ ഫോട്ടോയിലേക്ക് ആനിൻ്റെ മിഴികൾ പാഞ്ഞു. ഫോട്ടോയിൽ കണ്ട വ്യക്തിയും തൻ്റെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയും തമ്മിൽ ഒരേ രൂപസാദൃശ്യം. ആൻ ഞെട്ടലോടെ ദേവിനെ നോക്കി. ദേവേട്ട, ഇതെങ്ങനെ? എനിക്കറിയില്ല. എവിടെ തപ്പിയ മുൻചരിത്രമൊക്കെയും കാണുമായിരിക്കും. എനിക്ക് ഈ ഫാൻറ്റസി കഥകളോടെ തീരെ താല്പര്യമില്ല. ഇനി ഇതിൻ്റെ ബാക്കി തപ്പി ഇങ്ങോട്ട് നീയും വരണമെന്നില്ല. എന്നാലും നിനക്ക് ഞാൻ ഒന്നുകൂടി കാണിക്കാം എന്നും പറഞ്ഞു അവിടെ ഒരു ഭാഗത്ത് വെച്ചിരുന്ന മറ്റൊരു ഫോട്ടോ കൂടി കാണിച്ചു കൊടുത്തു. അതുകൂടി കണ്ടതോടെ ആനിൻ്റെ കൈകൾ അവനിൽ പിടിമുറുക്കി. കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന ആനും അവളിൽ ദൃഷ്ടിയൂന്നി അവളുടെ മുഖത്തെ ഭാവങ്ങൾ ഒപ്പിയെടുക്കുന്ന ദൈവം ഇന്നലെ തങ്ങൾ പ്രാർത്ഥിച്ച അതേ സ്ഥലത്ത് നടന്ന അതേപോലുള്ള സംഭവം അത് ആ ചിത്രത്തിൽ അതുപോലെ പകർത്തിയിരിക്കുന്നു. പക്ഷേ ഇരുവരും അണിഞ്ഞിരിക്കുന്നത് രാജകീയമായ വസ്ത്രങ്ങളായിരുന്നു. ദേവേട്ട, അത് നമ്മൾ ഇന്നലെ മിണ്ടരുത്. ഇത് ദേവനാഥും കാമുകി അനുരാധയുമാണ്. ഇതൊക്കെ ഇതിനുള്ളിൽ വെച്ച് മറന്നേക്കണം. ഇതിൻ്റെ ബാക്കി അറിയാൻ ഇങ്ങോട്ട് വരാൻ പാടില്ല. അത് ഞാനും നീയും അല്ല, മറ്റാരോ ആണ്. അത് മറന്നേക്കെയെന്ന് പറഞ്ഞ് അവളുടെ കൈയും പിടിച്ച് ധൃതിയിൽ മുറിപ്പൂട്ടി പുറത്തിറങ്ങി. മുറിയിലെത്തിയ ദേവ് അവൾക്ക് കുടിക്കാൻ വെള്ളം കൊടുത്തു. ആനിൻ്റെ മനസ്സ് അപ്പോഴും ആ ഫോട്ടോയിൽ കുടുങ്ങിക്കിടക്കുമായിരുന്നു. അവളൊന്ന് ഓക്കെ ആയെന്ന് തോന്നിയതും ദേവ് വീണ്ടും ചോദിച്ചു. ആൻ, ആ താളിയോല ഗ്രന്ഥങ്ങൾ എടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണോ നീ ഇവിടെ വന്നത്? അല്ല, ഇവിടെ ഞാൻ വന്നത് എൻ്റെ വ്രതവും വഴിപാടൊക്കെയും ചെയ്ത് തീർക്കാൻ വേണ്ടി തന്നെയാണ്. ആര് പറഞ്ഞിട്ടായി കോപ്രായങ്ങളൊക്കെയും? ആ സ്ത്രീ പറഞ്ഞിട്ടാണോ?
അത് കേട്ടതും ഞാൻ അവനെ ഒന്ന് നോക്കി. ഞാൻ മരിക്കുമെന്ന് ഭയന്നിട്ടാണോ നീ ആ സ്ത്രീ പറയുന്നത് അതുപോലെ വിഴുങ്ങിയത്? ശരിക്കും അവരുടെ ലക്ഷ്യവും അതുതന്നെയായിരുന്നു. ഒരു സ്വപ്നത്തിൻ്റെ പേരും പറഞ്ഞ് നിന്റെ മനസ്സ് അസ്വസ്ഥമാക്കുക, അതിലൂടെ അവരുടെ ലക്ഷ്യം നേടിയെടുക്കുക. എനിക്ക് വേണ്ടി നീ എന്തും ചെയ്യും എന്നവർക്ക് കൃത്യമായി അറിയാം. അതവർ ശരിക്കും മുതലെടുത്തു. ഒന്ന് ഓർത്തു നോക്കിക്കേ, നീ ആ സ്ത്രീ ആദ്യമായി കണ്ടത് അന്ന് അവർ നിന്റെ ദൃഷ്ടി അവരിലെത്തിക്കാൻ ഒരുപാട് ശ്രമിച്ചു. ആയിടക്കാണ് നീ ഒരു പ്ലെയിൻ ക്രാഷ് നടക്കുന്ന സ്വപ്നം കാണുന്നത്. ശരിക്കും സസ്പെൻസ് ത്രില്ലർ മൂവിയും ഹൊറർ മൂവിയും കണ്ടു കിടക്കുന്ന ഏതോ ഒരു നാളിൽ നീ ആ സ്വപ്നം കണ്ടു. പക്ഷെ ആ സ്ത്രീ പിന്നീടുള്ള ഒരു ദിവസം മനഃപൂർവ്വം പറയുകയുണ്ടായി, പതിവായി നീ ഒരു സ്വപ്നം കാണുമെന്നും അത് വൈകാതെ ഒരു നാൾ യാഥാർത്ഥ്യമാവുമെന്നും. നിന്നെ വ്യക്തമായി പഠിച്ച ആ സ്ത്രീ നിന്റെ ബലഹീനതകൾ മുതലെടുത്തു. അതിലൂടെ നിന്നിലൊരു ഭയം വന്നു നിറഞ്ഞു. അന്ന് കണ്ട പ്ലെയിൻ ക്രാഷ് ഒരു സ്വപ്നവുമായി എന്തോ ഒരു ബന്ധമുണ്ടെന്ന് നീ തന്നെ സ്വയം മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു. പിന്നീട് ഏത് നേരവും അത് മാത്രമായി നിന്റെ മനസ്സിൽ ആ സ്ത്രീ പറഞ്ഞതുപോലെ സ്വപ്നം കാണുമോ എന്നുള്ള ചിന്ത. ഇനി ഈ സ്വപ്നം തന്നെ ആയിരിക്കോ കാണുക എന്ന് ഓർത്ത് കിടക്കുന്നതുകൊണ്ട് പതിവായി അത് തന്നെ കാണാൻ തുടങ്ങി. അല്ലാതെ മറ്റൊന്നും അതിലില്ല. പിന്നെ അവസാനം നീ കണ്ട എൻ്റെ രൂപം, അതും ആ സ്ത്രീ നിന്റെ മനസ്സിൽ കുത്തിക്കയറ്റിയ ഭയത്തിൻ്റെ ഭാഗമായാണ് കണ്ടത്. എല്ലാം നിന്റെ വെറും തോന്നലുകൾ മാത്രമാണ്. ആ സ്ത്രീ ആരാന്നറിയോ? അവരൊരു നാടക നടിയാണ്. നിന്നെ ഇവിടെ വരെ എത്തിക്കുക, അതായിരുന്നു അവരുടെ ലക്ഷ്യം. ഇവിടെയാണ് അവർക്ക് ആവശ്യമുള്ള സാധനം ഉള്ളതെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതിനുവേണ്ടിയായിരുന്നു ആ വ്രതവും മണ്ണാങ്കട്ടിയും ഒക്കെ. പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു ക്രിമിനൽ. ഇനി ഞാൻ നിനക്ക് വിശ്വാസം വരാൻ ഒരു വീഡിയോ കാണിച്ചു തരട്ടെ എന്ന് ദേവ് പറഞ്ഞതും ആ സ്ത്രീയെ കെട്ടിയിട്ട് ദീപു തോക്ക് ചൂണ്ടി ഓരോ സത്യവും പറയിപ്പിക്കുന്ന വീഡിയോ കണ്ടതോടെ ആനിന് താൻ ചെയ്ത മണ്ടത്തരത്തെക്കുറിച്ച് ബോധ്യമായി. ദീപു ആ സ്ത്രീയോട് ആരാണ് നിങ്ങളോട് ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അവർ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ആ സാറാരാണെന്ന് എനിക്കറിയില്ല. ആ സാറ് മുഖം വ്യക്തമാക്കാതെയാണ് എൻ്റെ മുന്നിൽ വന്നിട്ടുള്ളത് എന്ന്. അപ്പോഴാണ് ആൻ തനിക്ക് രാവിലെ വന്ന കോളിൻ്റെ കാര്യം അവനോട് പറയുന്നത്. ആളെ പിടിക്കാൻ ഇനിയൊരു വഴിയേ ഉള്ളൂ. ഇനി അവൻ വിളിക്കുമ്പോൾ സാധനം കയ്യിലുണ്ടെന്നും ഇങ്ങോട്ട് വന്നാൽ തരാമെന്നും പറയണം, ദേവ് ആനിനോട് പറഞ്ഞു. അത് കേട്ട് ആൻ ദേവിനെ സംശയത്തോടെ നോക്കി. അങ്ങനെ ദേവ് അവൾക്ക് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആനിനെ തേടി ആ കോളെത്തി. ദേവ് പറഞ്ഞതുപോലെ അന്ന് രാത്രി 8 മണി നേരത്തെ തറവാട്ടിലെ കാവിനടുത്ത് വന്നാൽ അത് തരാമെന്ന് പറഞ്ഞപ്പോൾ അവനിൽ ക്രൂരമായ ചിരി വിരിഞ്ഞു. അവൻ അട്ടഹസിച്ച് ചിരിച്ചു. രാധ, വർഷങ്ങൾക്ക് ശേഷം ഞാൻ നിന്നെയും ആ താളിയോലകളും സ്വന്തമാക്കാൻ അങ്ങോട്ട് വരുന്നു. ദേവനാഥ, ഇത്തവണ ഞാൻ നിന്റെ പെണ്ണിനെ സ്വന്തമാക്കിയിരിക്കും. എനിക്ക് തരാതെ നീ അവളെ എന്നിൽ നിന്നും മരണത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോയില്ലേ? പിന്നീട് ഞാൻ എത്രയോ വർഷങ്ങൾ കാത്തിരുന്നു അവളുടെ പുനർജന്മത്തിനായി. പക്ഷെ ദേവ്, അവിടെയും എനിക്ക് മുന്നേ നീ അവളെ സ്വന്തമാക്കി. ഇനി ഞാൻ നിനക്ക് അവളെ വിട്ടുതരില്ല. അവളെ എനിക്ക് മതിവരുവോളം സ്നേഹിച്ചു, എന്നിലെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു. ഈ ലോകത്തു നിന്ന് പറഞ്ഞയക്കണം. അതിലൂടെ എൻ്റെ പ്രതികാരം അവസാനിക്കും. ആ താളിയോലകൾ അത് ആവശ്യപ്പെട്ടവർക്ക് ഞാൻ വിൽക്കും. പ്രതിഫലമായി കോടികൾ അവരെനിക്ക് നൽകും. പിന്നീട് ഞാൻ ഈ നാട് വിടും. അതും പറഞ്ഞ് അവൻ വീണ്ടും ആർത്ത് ചിരിച്ചു. ദേവ് പറഞ്ഞത് പ്രകാരം ആ നല്ല പട്ടുചേലയ്ക്ക് ചുറ്റി സുന്ദരിയായി നിൽപ്പാണ്. സിന്ദൂരം തൊടാൻ നിന്ന് അവളെ ദേവ് തടഞ്ഞപ്പോൾ അവളുടെ കണ്ണ് ചെറുതായി നിറഞ്ഞു. ദേവേട്ട, വേണ്ട, ഒന്നും വേണ്ട, നമുക്ക് ഇവിടെ നിന്ന് പോവാം. എനിക്കെന്തോ പേടിയാവുന്നു. അവൾ അവനെ ഇറുകെ പുണർന്നുകൊണ്ട് പറഞ്ഞു. അനു, ഞാനില്ലേ കൂടെ, പിന്നെ എന്തിനാ പേടിക്കുന്നത്? അവളുടെ കാതുകളിൽ ഏറെ പ്രണയത്തോടെ ആ പേര് ഉച്ചരിച്ച് കേട്ടപ്പോൾ അവളുടെ മുന്നിൽ അവൻ ആ പഴയ ദേവനാഥായി മാറുകയായിരുന്നു. അവൾ അനുരാധ എന്ന അവൻ്റെ മാത്രം അനുഭവം. ഇരുവരുടെയും ഉള്ളിൽ എത്രയോ വർഷങ്ങൾക്ക് മുന്നിൽ നടന്ന അവരുടെ പ്രണയ മുഹൂർത്തങ്ങൾ തെളിഞ്ഞു വന്നു. കൊട്ടാരം വൈദ്യൻ്റെ മകനായിരുന്ന ദേവനാഥും അയാളുടെ മനസ്സ് കവർന്ന രാജപുത്രി അനുരാധയും തമ്മിലുള്ള പ്രണയകാലം. ഏത് രോഗവും അനായാസം ഭേദമാകുന്ന രാജവൈദ്യൻ്റെ മകൻ്റെ പ്രത്യേക കഴിവ് അന്നാട്ടിൽ പ്രശസ്തമായിരുന്നു. എല്ലാവർക്കും അവൾ രാധ ആയിരുന്നുവെങ്കിൽ അവൾ അനുവായിരുന്നു. കൊട്ടാരത്തിനടുത്തുള്ള കാവായിരുന്നു ഇരുവരുടെയും പ്രണയ നിമിഷങ്ങൾക്ക് സാക്ഷി വഹിച്ചിരുന്നത്. ഒരു നാൾ കാവിലെ ഭഗവതിക്ക് മുന്നിൽ പതിവ് പോലെ രാജകുമാരി കണ്ണടച്ച് കൈകൾ കൊപ്പി പ്രാർത്ഥിക്കുകയായിരുന്നു. പിന്നിൽ നിന്നും ആളനക്കം കേട്ട കുമാരിക്ക് അതാരാണെന്ന് മനസ്സിലാക്കാൻ നിമിഷങ്ങൾ മതിയായിരുന്നു. കണ്ണു തുറന്ന് നോക്കിയ കുമാരി കാണുന്നത് തൻ്റെ മുഖത്ത് ദൃഷ്ടിയൂന്നി നിൽക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവനെയും. ഇരുവരുടെയും മിഴികൾ തമ്മിൽ ഉടക്കി. വൈകാതെ അവൻ്റെ നോട്ടം താൻ കാണിവയറിലേക്ക് നീണ്ടത് മനസ്സിലാക്കിയ കുമാരി അവൻ്റെ മൂക്ക് പിടിച്ച് വലിച്ചു. കള്ള വൈദ്യരെ, നോട്ടം എങ്ങോട്ടായി പോണത്? ഇങ്ങനെ കാണിച്ചു നടന്ന ഞാൻ നോക്കിയെന്നൊക്കെ ഇരിക്കും. ആഹാ, ഞാൻ അച്ഛനോട് പറയട്ടെ, രാജവൈദ്യൻ്റെ മകൻ്റെ സൂക്കേട്. ഞാനും തിരുമനസിനോട് പറയും, അങ്ങയുടെ മകൾ നോക്കിക്കോളാൻ അനുമതി തന്നതുകൊണ്ടാണ് നോക്കിയതെന്ന്. കുമാരിയുടെ ആഗ്രഹം ഞാനും സാധിച്ചു കൊടുത്തു, അത്രയേ ഉള്ളൂ.
ആഹാ, അങ്ങനെയാണല്ലേ, കാണിച്ചു തരാം എന്നും പറഞ്ഞ് അവൾ കൃത്രിമ ദേഷ്യം കാട്ടി മുഖം തിരിച്ചു നിന്നു. അന്നേരാണ് അണിവാരയിൽ തണുപ്പ് പകരുന്നത് അവൾക്ക് മനസ്സിലാവുന്നത്. കാര്യം അറിയാം മുഖം കുനിച്ച് നോക്കിയ കുമാരി കാണുന്നത് തനിക്ക് പൊന്നരഞ്ഞാണം അണിയിക്കുന്നവനെയും. അവൻ കുഞ്ഞു നിന്ന് അരഞ്ഞാണത്തിൻ്റെ കൊളുത്ത് പല്ലുകൊണ്ട് കടിച്ചു മുറിക്കിയപ്പോൾ അവൻ്റെ ചുടുനിശ്വാസം അവളുടെ വയറിൽ പതിഞ്ഞു. അവിടെ ചുണ്ടുകൾ പതിപ്പിച്ച ചെറുതായി നുള്ളി നോപ്പിച്ചു. പാവാട പൊക്കി വെച്ചതും അവൾ എരിവിളിച്ചു. അങ്ങ് എന്തായി കാണിച്ചത്? എനിക്ക് വേദനിച്ചില്ലേ? ഇനി മുതൽ ഈ പാവാട താഴ്ന്നു പോവാനോ ഈ വയറ് കാണാനോ ഞാൻ അണിയിച്ചു തന്ന ഈ അരഞ്ഞാണം മറ്റൊരാൾ കാണാനോ സ്പർശിക്കാനോ പാടില്ല. ഇതിൽ മുഴുവൻ അവകാശവും അധികാരവും എനിക്ക് മാത്രമായിരിക്കും. അത് വീണ്ടും വീണ്ടും അവളുടെ കാതുകളിൽ തുളച്ചു കയറി. കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് ഓർമ്മകളിൽ നിന്ന് ഞെട്ടിയുണർന്ന ആനിൻ്റെ കൈ ദ്വീപിലേക്ക് പിടിമുറുക്കി. എന്തുപറ്റി? കുസൃത ചിരിയോടെ അവനത് ചോദിച്ചപ്പോൾ അവൾക്ക് എന്ത് പറയണം എന്നറിയാതെയായി. അവളുടെ കൈ അറിയാതെ അന്ന് വിവാഹ വാർഷിക ദിനത്തിൽ സമ്മാനിച്ച ഹിപ്പ് ചെയിനിലേക്ക് പോയി. രണ്ടും ഒരേപോലെയാണുള്ളതെന്ന് അവൾക്ക് തോന്നി. ദേവേട്ട, ഈ അരഞ്ഞാണം ഇതെന്നെയല്ലേ അന്ന് എനിക്ക് അണിയിച്ചു തന്നത്? ഇപ്പോഴും നിങ്ങളുടെ ആ നിശ്വാസം ഇവിടെ പതിയും പോലെ. ദേവേട്ട, എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആൻ അവൻ്റെ മറുപടിക്കായി കാതോർത്തു. ചിണുങ്ങിക്കൊണ്ട് കരയുന്ന കുഞ്ഞിൻ്റെ കരച്ചിൽ നിർത്തുകയായിരുന്നു ദേവ്. കുഞ്ഞിനെ ആനിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇതുപോലെ ഒരു കുഞ്ഞായിരുന്നില്ലേ നമ്മൾ അന്ന് ആഗ്രഹിച്ചത്? ഈ പേര് പോലും നമ്മൾ അന്ന് തീരുമാനിച്ചതല്ലേ? നമ്മുടെ പ്രണയം എല്ലാവരും അറിഞ്ഞപ്പോൾ നിൻ്റെയും എൻ്റെയും ഇഷ്ടത്തിന് അന്നും ആരും എതിര് നിന്നിരുന്നില്ല. എല്ലാവരും നമ്മുടെ കല്യാണം ഗംഭീരമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളൊക്കെ നമ്മൾ കല്യാണ വേഷത്തിൽ അണിഞ്ഞൊരുങ്ങി. അത് കഴിഞ്ഞ് എന്താണ് നടന്നത് എന്ന് എനിക്കറിയില്ല. അതുവരെ മാത്രമേ എനിക്കറിയുള്ളൂ. പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന് ഇന്ന് വരാൻ പോകുന്നവന് മാത്രമേ അറിയുള്ളൂ. അതിനുവേണ്ടിയാണ് ഇതൊക്കെ. ഇത് അനുരാധയുടെയും ദീവനാഥൻ്റെയും പുനർജന്മമാണ്. ഇതിൻ്റെ പിറകെ പോവാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. അവരുടെ പ്രണയം സഫലമാവാതെ അവർക്ക് എന്തോ സംഭവിച്ചു. അത് മാത്രം നമുക്ക് മുന്നിൽ തെളിയുന്നില്ല. അതറിയണ്ടേ നമുക്ക്? അതിനുശേഷം നമുക്കിവിടുന്ന് പോവാം. പിന്നെ ഇങ്ങോട്ടൊരു തിരിച്ചുവരവുണ്ടാവില്ല. നീ ആനും ഞാൻ നന്ദദേവും ആയിരിക്കും. അനു, നിനക്ക് പേടിയുണ്ടോ? ഇത്തവണ ആനിന് പകരം അനു എന്ന് തന്നെയാണ് അവൻ വിളിച്ചത്. ഇല്ല, എൻ്റെ കൂടെ തന്നെ അങ്ങുണ്ടല്ലോ, പിന്നെ എന്തിനാ ഞാൻ പേടിക്കുന്നത്? അത് പറഞ്ഞ് അവളെ ദേവ് ഇറുകെ പുണർന്നു. തന്നെ നോക്കി കുഞ്ഞപ്പല്ലി കാട്ടി ചിരിക്കുന്ന കുഞ്ഞിപ്പെണ്ണിൻ്റെ മുഖമാകെ അവൾ ചുംബനങ്ങൾ കൊണ്ട് മൂടി. കുഞ്ഞിൻ്റെ മുഖം കാണുന്തോറും അവളുടെ കണ്ണ് നിറഞ്ഞു വന്നു. ദേവേട്ട, മോള് നോക്കിക്കോണേ. പേടിക്കേണ്ട, ഇവിടെ എല്ലാവരും ഉണ്ട്. ദീപവും ശിവനും പപ്പയും അങ്ങനെ എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് മോളുടെ കാര്യത്തിൽ പേടിവേണ്ട എന്ന് പറഞ്ഞു അവളെ സമാധാനിപ്പിച്ചു. രാത്രി സമയം 8 മണിയോട് അടുത്തതും ദേവ് അവളുടെ കയ്യിൽ മറ്റൊരു താളിയോലം ഗ്രന്ഥങ്ങൾ ഏൽപ്പിച്ചു കാവിനുള്ളിലേക്ക് പറഞ്ഞയച്ചു. ഒന്നും വരുത്തല്ലേ എന്നവൾ കണ്ണടച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. പിറകിൽ നിന്ന് ആരോ തൻ്റെ തോളിൽ സ്പർശിച്ചതും ആൻ തിരിഞ്ഞു നോക്കി. വശ്യമായ ചിരിയോടെ തന്നെ ഉറ്റുനോക്കുന്ന അയാളെ കണ്ടതും ആനിൻ്റെ മുഖം വിളറി വെളുത്തു.